ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉഴുന്ന് വടയും ഈസിയായ ഒരു ചട്നിയും തയ്യാറാക്കാം. ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളം തീരെ കൂടിപ്പോകാൻ പാടില്ല. ഉപ്പും ചേർത്ത് അരയ്ക്കുക. ഇനി നമുക്ക് അരച്ച് വെച്ച മാവിലേക്ക് ഒരു വല്യുള്ളി കട്ട് ചെയ്തതും ഇഞ്ചിയും 4 പച്ചമുളകും കറിവേപ്പിലയും 1 സ്പൂൺ മൈദയും കുരുമുളകും എല്ലാം ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഇളക്കുക. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഉഴുന്ന് വട പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. വെള്ളത്തിൽ കൈകുത്തിയിട്ട് വേണം മാവ് കൈമേൽ വെച്ച് പരത്തിയെടുക്കാൻ വേണ്ടി. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉഴുന്ന് വട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തേങ്ങയില്ലാതെ ഒരു ചട്നി തയ്യാറാക്കാം. വെളിച്ചെണ്ണയിലേക്ക് തുവരപ്പരിപ്പിട്ട് പൊട്ടിച്ച് അതിലേക്ക് 2 വല്യുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ വഴറ്റുക. അതിലേക്ക് 3 തക്കാളി കട്ട് ചെയ്തതും വഴറ്റുക. അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മാളിയതിന് ശേഷം അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. മസാല എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുറുകാൻ വയ്ക്കുക. കുറുകി ഒന്ന് തണിഞ്ഞതിന് ശേഷം അത് മിക്സിയിൽ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് മൂപ്പിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി അരച്ച് വെച്ച പേസ്റ്റും ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വെട്ടിത്തെളിച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഈസിയായ ചട്നി റെഡിയായി. ഉഴുന്ന് വടയും ചട്നിയും റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് അറിയിക്കണേ.